വേദിയിലിരിക്കുന്ന UDF കോൺഗ്രസ് പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, UDFിൻ്റെ ഈ കുടുംബ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ എത്തി, കൊയിലാണ്ടിയിലെത്തി. അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഒരു ഗ്യാപ്പണെന്ന് തോന്നിട്ട് ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കാലുണ്ട് സ്വല്പം വയ്യാത്തതിൻ്റെ പേരിൽ ഭാര്യയും കൂട്ടിയാണ് ഞാൻ നടക്കാറ്. അപ്പോൾ TV വെച്ച് കുറച്ചു നേരം സമയം കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർത്തയിൽ കൂടുതൽ പിണറായി വിജയൻ്റെ പരസ്യം മാത്രമേ ഉള്ളൂ. സീരിയൽ വെച്ച് നോക്കി, സീരിയലിൻ്റെ ഓരോ മിനിറ്റ് ഇടവിട്ട് മുഖ്യമന്ത്രിയുടെ പരസ്യം മാത്രമേ ഉള്ളൂ. റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പരസ്യം, ബോർഡ് വെച്ചുള്ള പരസ്യം. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇത് മാത്രം മതി കോൺഗ്രസിനും UDFിനും 19 സീറ്റുകൾ എത്താനായിട്ട്. ഒരു പ്രവർത്തനവും വേണ്ട. ഞാൻ ഒരു സ്ഥലത്ത്, പറവൂര്, എൻ്റെ നാടാണ് പറവൂര്, VD സതീശൻ്റെ നാട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രസംഗം ചെയ്യാം എന്ന് കരുതി പോയതാണ്. അപ്പൊ എന്നെ ആ പ്രസംഗം ആരൊക്കെയോ ചേർന്ന് വൈറലാക്കി. കേരളം മുഴുവൻ എൻ്റെ ആ പ്രസംഗം ആളുകൾ കേട്ടു. എൻ്റെ പ്രസംഗത്തിൻ്റെ അടിയിൽ, എൻ്റെ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ വന്നിട്ട് സഹാക്കൾ തെറി പറയാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, എൻ്റെ മകൻ, ഒരുപക്ഷെ നിങ്ങൾ അറിയായിരിക്കും, ചന്തു എന്നാണ് പേര്, ലോക സിനിമയിലൊക്കെ അഭിനയിച്ച നടനാണ്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, എന്നാ അച്ഛൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പോയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അല്ല, എൻ്റെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്ന് സഹാക്കൾ തെറി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല മോനെ, സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാവും, മൃഗം അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. പറ്റും അവിടെയൊക്കെ ഇവർ തെറി പറഞ്ഞ് എന്നെ തോപ്പിക്കാൻ പറ്റില്ല. ഞാൻ കൊടുങ്ങല്ലൂർ ഭരണി കണ്ടു വളർന്നവനാ. എൻ്റെ അടുത്ത ഇവരുടെ ഊച്ചാലി തെറി കണ്ടു വന്നേക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മായാവിലെ ഡയലോഗ് പറഞ്ഞില്ലേ, പോടാ, അത്ര ഞാൻ പറഞ്ഞോളൂ. ഇതൊക്കെ എന്ത്, നമ്മളൊക്കെ ഇത് എത്ര കണ്ടതാണ്. പിന്നെ പ്രവീൺ എൻ്റെ ഒരു വളരെ കാലത്തെ ദീർഘകാലമായിട്ടുള്ള സൗഹൃദമാണ്. പ്രവീൺ വളരെ മിടുക്കനായ ഒരു വ്യക്തിത്വമാണ്. ഞാൻ 2 ദിവസം മുമ്പ് വന്നേ ഉള്ളൂ, എൻ്റെ നാട്ടിൽ പോയി ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. പ്രവീണിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ ഈ കൊയിലാണ്ടിയിൽ നിന്നും നിയമസഭയിലേക്ക് പറഞ്ഞു വിടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉഷാറായിട്ടൊക്കെ പ്രവർത്തിച്ച് പ്രവീണിനെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്.